നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പുതിയ സീസണിലെ ലാലിഗ മത്സരങ്ങൾ ഇതാ ഇങ്ങെത്തിയിരിക്കുന്നു. നാളെ മുതൽ ലാലിഗ ആരംഭിക്കുകയാണ്. ലാലിഗയിലെ ആദ്യ മത്സരം നാളെ ജിറോണയും റയോ വൈക്കാനോയും തമ്മിൽ രാത്രി ഇന്ത്യൻ സമയം 10:30 നാളെ വെള്ളിയാഴ്ച. ശനിയാഴ്ച ബാഴ്സലോണ ഇറങ്ങുന്നുണ്ട്. രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് മയോർക്കെതിരെയാണ് അവരുടെ കളി. റയലിൻ്റെ കളി 20-ാം തീയതി പുലർച്ചെ 12:30 ഒസാസുനയുമായിട്ടാണ്. അപ്പോൾ പുതിയ സീസൺ പുത്തൻ പ്രതീക്ഷകളൊക്കെ ആയിട്ട് ടീമുകൾ ഇറങ്ങുമ്പോൾ നമ്മളൊരു ചരിത്രം നോക്കിയാണ്. കഴിഞ്ഞ 20 വർഷത്തെ ലാലിഗയിലെ ചാമ്പ്യന്മാരാരാണ്? ആർക്കാണ് ആധിപത്യം? റയലിനാണോ ബാഴ്സക്കാണോ? അത്ലറ്റിക്കോ മാഡ്രിഡിന് എന്തെങ്കിലും കഴിഞ്ഞ 20 കൊല്ലത്തിനിടയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? നോക്കാം നമുക്ക്. 2005-2006 മുതൽ ഇങ്ങോട്ടുള്ള 20 ലാലിഗ സീസണുകളിൽ ഏറ്റവും അധികം തവണ കിരീടം ചൂടിയത് ആര്? 2005-2006 FC ബാഴ്സലോണയാണ് ലാലിഗ കിരീടം ചൂടിയിരുന്നത്. എന്നാൽ 2006, 2007-ലും 2007-2008 റയൽ മാഡ്രിഡാണ് ആ കിരീടം ചൂടിയത്. 2008-2009 ബാഴ്സ വീണ്ടും ലാലിഗ കിരീടം ചൂടി. 2009-2010-ലും 2010-2011 അവരത് ആവർത്തിച്ചു. തുടർച്ചയായി 3 വർഷം അവർ ലാലിഗ കിരീടം ചൂടി. 2011-12 പക്ഷേ റയൽ മാഡ്രിഡ് തിരികെ പിടിച്ചു കിരീടം. 2012-13 വിട്ടുകൊടുക്കാതെ ബാഴ്സലോണ വീണ്ടും ആ കിരീടം ചൂടി. എന്നാൽ 2013-14 അത്ലറ്റിക്കോ മാഡ്രിഡാണ് കിരീടം ചൂടിയത്. ബാഴ്സക്കും റയലിനും കിട്ടിയില്ല. ബാഴ്സ തൊട്ടടുത്ത വർഷം 2014-15 സീസണിലും 2015-16 സീസണിലും തുടർച്ചയായി കിരീടം ചൂടിക്കൊണ്ട് ശക്തമായിട്ട് തിരികെ വന്നു. പക്ഷേ 2016-17 റയൽ മാഡ്രിഡാണ് കിരീടം ചൂടിയത്. 2017-18ലും 2018-19ലും തുടർച്ചയായി 2 കിരീടങ്ങൾ ചൂടിക്കൊണ്ടാണ് ബാഴ്സയുടെ മറുപടി വന്നത്. എങ്കിൽ 2019-20 റയൽ വീണ്ടും കിരീടം പിടിച്ചു. 2020-21 അത്ലറ്റിക്കോ മാഡ്രിഡും കിരീടം ചൂടുകയുണ്ടായി. 2021-22 വീണ്ടും റയൽ മാഡ്രിഡ് കിരീടം ചൂടി. 2022-23 FC ബാഴ്സലോണയാണ് കിരീടം ചൂടിയത്. അതിനുശേഷം 2023-24 റയൽ മാഡ്രിഡ് കിരീടം ചൂടിയപ്പോൾ പോയ സീസണിൽ 2024-25 വീണ്ടും FC ബാഴ്സലോണ കിരീടം ചൂടി. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലിയോ മെസ്സി അവിടം വിട്ട് പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം, അന്ന് അവർക്ക് UCL അങ്ങനെ കിട്ടുന്നില്ല, എന്നാൽ ലാലിഗയിൽ കിരീടങ്ങൾ ഇടയ്ക്കിടെ ലഭിക്കുന്നുമുണ്ട്. അപ്പം മെസ്സി പറഞ്ഞ വാക്കുകൾ, ഈ കിരീടം, നമ്മൾ ഈ നേടിയ കിരീടങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയം വരുമെന്ന്. അതാണ് പിന്നീട് 2018-19 ശേഷം 19-20, 20-21, 22 സീസണുകളിൽ കിരീടമില്ലാതെയായപ്പോൾ ബാഴ്സലോണ തിരിച്ചറിഞ്ഞത് മെസ്സിയുടെ വാക്കുകൾ അന്ന് എല്ലാവരും എടുത്ത് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നെ ചാവി വന്നിട്ട് അവർക്ക് കിരീടം നേടിക്കൊടുത്തു. എന്നാൽ ആഞ്ചലോട്ടി വീണ്ടും 23-24 കിരീടം പിടിച്ചു. വീണ്ടും ഫ്ലിക്കിലൂടെ ബാഴ്സയ്ക്ക് കിരീടം പിടിച്ചു. ഇനി ഇത്തവണ ആര് എന്ന ചോദ്യമുണ്ട്, സംശയമില്ല. ബാഴ്സലോണക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത. അതിൻ്റെ കാരണം നിലവിലെ കോച്ചിൻ്റെ കീഴിൽ ഓൾറെഡി കളിച്ചു പരിചയിച്ചു മികച്ചൊരു ടീമിനെ അവർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. റയലിന് പുതിയ കോച്ചാണ്. അദ്ദേഹത്തിൻ്റെ രീതികളോട് ടീം അഡാപ്റ്റഡ് ആയിട്ട് എന്ത് റിസൾട്ട് അവരുണ്ടാക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷെ നമ്മൾ ഈ കണക്ക് കഴിഞ്ഞ 20 വർഷത്തെ കിരീടങ്ങളുടെ കണക്കെടുത്താൽ ഏറ്റവും അധികം തവണ കിരീടം ചൂടിയത് 20 സീസണുകളിൽ നിന്ന് ഏറ്റവും അധികം കിരീടം ചൂടിയത് FC ബാഴ്സലോണ. 11 ഔട്ട് ഓഫ് 20, 11 തവണ. കഴിഞ്ഞ 20 കൊല്ലത്തിൽ 11 തവണ ബാഴ്സ കിരീടം ചൂടി. റയൽ രണ്ടാമതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ 7 തവണയാണ് റയൽ മാഡ്രിഡ് ലാലിഗ കിരീടം ചൂടിയത്. 2 തവണ അത്ലറ്റിക്കോ മാഡ്രിഡും കിരീടം ചൂടിയിട്ടുണ്ട്. ഇത്തവണയും ലാലിഗയിലെ കിരീട ഫേവറിറ്റുകളുടെ ലിസ്റ്റ് എടുത്താൽ, ടൈറ്റിൽ കണ്ടന്റേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ ഈ 3 പേരെ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. ഈ 3 ടീമിനെ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. 1 ബാഴ്സലോണ തന്നെ, 2 റയൽ, 3 അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇതിൽ ആര് കിരീടം ചൂടും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.